സുഗാന്ത് സുരേഷ് കഴിഞ്ഞ കുറേയധികം നാളുകളായി മലയാളികൾക്കിടയിൽ ചർച്ച ചെയ്യപ്പെട്ടൊരു പേരാണ്. ശ്യാമേട്ട, പ്രത്യേകിച്ചും ഇയാൾ എവിടെയാണെന്നുള്ളതായിരുന്നു നമ്മുടെ ഏറ്റവും വലിയൊരു ഒരു ആശങ്ക. നമ്മുടെ മിടുക്കരായിട്ടുള്ള പോലീസ് പോലും ഏകദേശം 2 മാസത്തോളം അരിച്ചു പറക്കിയിട്ടും സുഗാന്തിനെ പിടികൂടാൻ കഴിഞ്ഞില്ല. എന്തായാലും ഒടുവിൽ സുഗാന്ത് പോലീസിന് മുന്നാകെ കീഴടങ്ങി. ഈ മുൻകൂർ ജാമ്യം ഹൈക്കോടതി നിരസിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്താണ് ഇനി ഒരു കേസിൻ്റെ മുന്നോട്ടുള്ള ഗതി? ശരിക്കും സുഗാന്തിനെ പോലീസ് തിരഞ്ഞിട്ടില്ല. പോലീസ് ഒരു മൂടുപടം ഉണ്ടാക്കി എടുക്കുകയായിരുന്നു. പോലീസ് സുഗാന്തിനെ തിരഞ്ഞിട്ടില്ല. സുഗാന്തിനെ തിരഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം ഈ കേസ് പരിഗണിച്ച ഹൈക്കോടതിയുടെ ഒരു വാക്കാലുള്ള നിരീക്ഷണം എന്താണെന്നറിയൂ, പരാമർശം എന്താണെന്നറിയൂ. ഈ ആധുനിക കാലത്ത് എങ്ങനെ 2 മാസം ഒരു പ്രതിക്ക് ഒളിവിൽ കഴിയാൻ സാധിച്ചു എന്നാണ് ഹൈക്കോടതി ചോദിച്ചത്. കോടതി പോലീസിനോട് ചോദിച്ചാണ്. ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസിന്റെ ചോദ്യം അതായിരുന്നു. ഈ ആധുനിക കാലത്ത് ഇത്രത്തോളം പുരോഗമിച്ചിട്ടുള്ള ഒരു കാലത്ത് നിങ്ങൾ തന്നെ രാജ്യം വിട്ടു പോയിട്ടില്ല എന്ന് പറയുന്ന പ്രതി എങ്ങനെ 2 മാസം ഒളിവിൽ കഴിയുന്നു? ഇത്രത്തോളം ഉള്ളോ നിങ്ങളുടെ അന്വേഷണ മികവ് എന്നാണ് ഹൈക്കോടതി പോലീസിനോട് ചോദിച്ചത്. അതാണ് ഇയാളുടെ ജാമ്യാപേക്ഷ പരിഗണിച്ചപ്പോൾ അതിനെ എതിർത്തുകൊണ്ട് പ്രോസിക്യൂഷൻ വന്നപ്പോൾ കോടതിയുടെ ചോദ്യം അതായിരുന്നു. ഈ ചോദ്യം ചോദിച്ചുകൊണ്ടാണ് മാർച്ച് 22-ാം തീയതി കോടതി ഇയാളെ അറസ്റ്റ് ചെയ്യരുത്, ഇനി ആൻറ്റിസിപ്പേറ്ററി ബെയിലിൽ വിധി വരാതെ ഇയാളെ അറസ്റ്റ് ചെയ്യേണ്ട എന്ന് പറഞ്ഞ് അറസ്റ്റ് കോടതി തടഞ്ഞത്. കോടതിക്ക് ദേഷ്യം വന്നു. അങ്ങനെയാണല്ലേ? ഇത്രയും നാളും കോടതി മിണ്ടാതിരുന്നപ്പോൾ കോടതിയുടെ മുമ്പാകെ നിൽക്കുന്ന മുൻകൂർ ജാമ്യാപേക്ഷ അത് തീരുമാനമൊക്കെ ഉണ്ടായി വരട്ടെ എന്നുള്ള രീതിയിൽ പോലീസ് ഇവിടെ ഉരുണ്ട് കളിച്ചു. നല്ല രീതിക്ക് പോലീസ് ഉരുണ്ട് കളിച്ചു. നല്ല വ്യക്തമായി നമുക്കറിയാവുന്ന കാര്യമാണ്. കാര്യം ഈ കേസുമായി ബന്ധപ്പെട്ട് പല ഇൻഫർമേഷനും വേണ്ടി ചിലരെയൊക്കെ വിളിക്കുമ്പോൾ അവരുടെ നിസ്സംഗത കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. ലേക്ക് അത്ര പിടിപാടുള്ള ആളാണോ? എന്തുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു പോലീസിന്റെ? ഇതൊരു ഉദ്യോഗസ്ഥ വൃന്ദമാണല്ലോ. അവരാണെങ്കിലും ഇവരാണെങ്കിലും എല്ലാം ഒരു ഉദ്യോഗസ്ഥ വൃന്ദമാണ്. ഇതൊരു ചെയിനാണ്. അവരുടെ ഇടയിൽ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഗവൺമെന്റ് ഒഫീഷ്യൽസ് തമ്മിലുള്ള ഒരു സ്നേഹബന്ധം. ഇന്ന് ഞാനാണെങ്കിൽ നാളെ നീ എന്നുള്ള ഒരു ചിന്ത നേരത്തെയും പറഞ്ഞിട്ടുണ്ട്. അതെങ്ങനെ ഒരു ടീമിൽ ഉണ്ടാകുമ്പോൾ ആ ടീമിൽ ഉണ്ടാകുന്ന ഒരു കൂട്ടായ്മ എപ്പോഴും അങ്ങനെ വർക്ക് ചെയ്യും. അതില്ലാത്ത ചില തൊഴിൽ മേഖലകളേ ഉള്ളൂ. ടെക്സ്റ്റൈൽ മേഖലയിൽ ഈ പറയുന്ന കൂട്ടായ്മയില്ല. ഒരു തൊഴിലാളിയെ പുറത്താക്കി കഴിഞ്ഞാൽ ഈ പ്രൈവറ്റ് സെക്ടർ നോക്കിക്കഴിഞ്ഞാൽ ഭൂരിഭാഗം ഏരിയയിലും ആ കൂട്ടായ്മയില്ല. ആരെങ്കിലും ഒരാളെ പുറത്താക്കി കഴിഞ്ഞാൽ പിന്നെ ആരും അയാളുടെ പിറകെ പോയി സ്വന്തം ഭാവി കളയാൻ വേണ്ടി നോക്കാറില്ല. പക്ഷേ ഗവൺമെൻറ് ഒഫീഷ്യൽസ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഈ പറയുന്ന പോലെ ഒരു കൂട്ടായ്മ, ഒരു സ്നേഹം, അല്ലെങ്കിൽ ചിലപ്പോൾ ഇവരാരും അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടിട്ട് പോലും ഉണ്ടാവില്ല. പരസ്പരം ഇന്ന് വരെ ഈ സുഗാന്തിനെ ഈ പറയുന്ന ഉദ്യോഗസ്ഥൻ കണ്ടിട്ട് പോലും ഉണ്ടാവില്ല. എങ്കിലും ചെയ്തു എന്ന് പറഞ്ഞാൽ പോലും ഒരു ബോണ്ട് കൈവിടില്ല. അതെ. നമ്മുടെ ഇടയിൽ ഇപ്പോഴും പഴയ കുട്ടമ്പിള്ള പോലീസുകാരുണ്ട്. അതാണ് ഈ സുഗാന്തിനെയൊക്കെ രക്ഷിച്ചു വിട്ടത്. സുഗാന്തിനെ ശരിക്കും നേരത്തെ തന്നെ പിടിക്കാൻ പറ്റുന്നത്. ഹൈക്കോടതിക്ക് ദേഷ്യം വന്നപ്പോഴാണ് ഇനി നിങ്ങൾ പിടിക്കുക, ഇത്രയും കാലം നീയൊന്നും പിടിച്ചില്ലല്ലോ, എങ്കിൽ ഇനി നീയൊന്നും പിടിക്കേണ്ടെന്നൊരു രീതി ഉണ്ടല്ലോ. 2 മാസം ഈ സാധനം ഇവിടെ കിടന്നിട്ട് അവനിവിടെ മുഴുവൻ കറങ്ങി നടന്നിട്ട് നീയൊന്നും പിടിച്ചില്ല, എന്നാൽ പിന്നെ ഇനി ഇപ്പം പിടിക്കേണ്ടെന്നുള്ള രീതിയിൽ ഇനി വിധി വന്നിട്ട് മതി, ഇനി വിധി വന്നിട്ട് ഞാൻ തീരുമാനം പറയാന്നുള്ള രീതിയിലേക്ക് ഹൈക്കോടതി തീരുമാനം എടുത്തു. അതുകൊണ്ടാണ് ഹൈക്കോടതി പറഞ്ഞത് ഇനിയിപ്പോൾ വിധി വരട്ടെന്ന് പറഞ്ഞു. ഹൈക്കോടതി മറ്റേ ആൻറ്റിസിപ്പേറ്ററി ബെയിലിൽ വിധി പറയുന്നത് ഒരു അറസ്റ്റ് അങ്ങ് തടഞ്ഞു. അറസ്റ്റ് തടഞ്ഞതിൻ്റെ തൊട്ട് പിന്നാലെ തന്നെ സുഗാന്തിൻ്റെ ഫോൺ സ്വിച്ച് ഓൺ ആയി കൊച്ചിയിൽ. അതെങ്ങനെ ഉണ്ടായി? മാർച്ച് 22-ന് വൈകിട്ട് സുഗാന്ത് സുരേഷിൻ്റെ ഫോൺ കൊച്ചിയിൽ സ്വിച്ച് ഓൺ ആയി. ഇന്ന് ഇപ്പോൾ കീഴടങ്ങുന്നത് വരെ അയാൾ കൊച്ചിയിലുണ്ടായിരുന്നു. 22, 23, 24, 25, 26. ഇന്ന് 26-ാം തീയതിയാണ് നമ്മൾ ഈ ചർച്ച ചെയ്യുന്ന ദിവസം. ഇപ്പം നാളെ മറ്റൊന്നും ആയിരിക്കുമല്ലോ ഇതിൻ്റെ പ്രക്ഷേപണം അല്ലേ? അപ്പോൾ ഇത്രയും ദിവസവും അയാൾ ഒളിവിൽ കഴിഞ്ഞത് ആ കൊച്ചി പരിസരത്ത്. എങ്ങനെ അയാൾക്ക് എറണാകുളം ജില്ല കടക്കാൻ പറ്റുന്നു? എറണാകുളം ജില്ലയുടെ അതിർത്തി ഒരാൾക്കൊരു പ്രതിക്ക് റേപ്പ് കേസിലെ പ്രതിയാണ്. ആത്മഹത്യാ പ്രേരണ കുറ്റം, റേപ്പ്, ബലാത്സംഗം രണ്ടുമാണ് അയാൾക്കെതിരെ പേട്ട പോലീസ് ചുമത്തിയിരിക്കുന്നത്. ആദ്യഘട്ടത്തിലൊന്നും അയാളെ പ്രതിയാക്കാൻ തയ്യാറായിരുന്നില്ല. അസ്വാഭാവിക മരണം എന്ന കേസാണ് ഈ പെൺകുട്ടിയുടെ മരണത്തിൽ എടുത്തിരുന്നത്, ഈ യുവതിയുടെ മരണത്തിൽ എടുത്തിരുന്നത്. ഈ IB ഉദ്യോഗസ്ഥരുടെ മരണത്തിൽ ആദ്യഘട്ടത്തിലുള്ള FIR വായിച്ചു നോക്കിയാൽ മനസ്സിലാവും. അതിൽ പ്രതിയില്ല, പ്രതി എന്ന് പറയുന്ന ഒരാളില്ല. അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു. ഇയാൾക്കെതിരെ ആരോപണം നേരിടുന്നു എന്ന് പരിഗണിച്ചുകൊണ്ട് ഇയാൾക്കെതിരെ ലുക്കൌട്ട് നോട്ടീസ്. അപ്പോഴും ഇയാൾക്കെതിരെ ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിക്കുന്ന സമയത്ത് ഇയാൾ പ്രതിയല്ലെന്നേ. അതുപോലെ ഇതിൻ്റെ ഒരു ആദ്യഘട്ടമൊക്കെ പരിശോധിക്കുമ്പോൾ ഇയാൾ പറഞ്ഞിരിക്കുന്ന ഈ കുട്ടിയുടെ മരണത്തിൽ കുറേ ആളുകൾക്ക് പങ്കുണ്ട്. ബന്ധുമിത്രാദികളടക്കം എല്ലാ ആളുകൾക്കും
ഇതിൽ പങ്കുണ്ടെന്നേ ഞാൻ പറയുള്ളൂ. കാരണം ഇതിൽ ഒരുപാട് പ്രശ്നങ്ങൾ വേറെയുണ്ട്. ഇത് പുറത്തു വരാത്ത കുറേ കാര്യങ്ങൾ കൂടി ഇതിനകത്തുണ്ട്. ഇനി ദുരൂഹത നീങ്ങാനായിട്ട് ഒരുപാട് ദുരൂഹതയല്ല, നമ്മൾ ഈ ഒരു കുടുംബത്തിലുണ്ടാകുന്ന കുറേ എന്താ പറയുക, അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ പേരുടെ ഈഗോ, ഇതൊക്കെ ഇതിനകത്ത് വർക്കൗട്ട് ആയിട്ടുള്ള കേസാണിത്. ഈഗോയും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വർക്കൗട്ട് ആയിട്ടുണ്ട്. പിന്നെ ഇയാൾ പറഞ്ഞിരിക്കുന്ന ടെലഗ്രാമിലെ ചാറ്റ് ഇപ്പോൾ ഏറ്റവും അവസാനം പറഞ്ഞത് അതാണ് ഇയാൾക്ക് ഏറ്റവും വലിയ കുരുക്കായിരിക്കുന്നത്. ഇയാളെ തൃശ്ശൂരിൽ നിന്ന് ഇയാളുടെ ഒരു ബന്ധുവിൻ്റെ വീട്ടിൽ ഏറ്റവും അവസാനം ഇയാൾ ഒളിവിൽ കഴിഞ്ഞ സ്ഥലത്ത് നിന്നും ഇയാളുടെ ഒരു ഫോൺ പോലീസ് പിടിച്ചെടുത്തു. എനിക്ക് തോന്നുന്നു മാളയിലാണെന്ന് തോന്നുന്നു. ഇയാളുടെ ഫോൺ, ഐഫോൺ പിടിച്ചെടുത്തു, വെച്ച് മറന്നുപോയി. അത് കാലത്തിൻ്റെ കാവ്യനീതിയാണ്. ബെഡിനടിയിൽ നിന്ന് പിടിച്ചു. ബെഡിന്, അതായത് തലയിണ, ബെഡ്, അതിന് അടിയിൽ ഒരു ഐഫോൺ, അത് അതിനകത്തിരിപ്പുണ്ടായിരുന്നു. ആ ഐഫോൺ പോലീസ് ഇവിടെ എത്തിച്ച്, തിരുവനന്തപുരത്ത് എത്തിച്ച് സൈബർ ടീമിൻ്റെ സഹായത്തോടു കൂടി അത് ഓപ്പൺ ചെയ്തു. അതിലെ ടെലഗ്രാം ചാറ്റിലാണ് ഈ പറയുന്ന നീ എന്ന് മരിക്കും എന്നുള്ള പിന്നെ ഉള്ള ചോദ്യമുള്ളത്. ജൂലൈ 9-ാം തീയതിയിലെ ചാറ്റിലാണ് അത് ഉള്ളത്. ജൂലൈ 9-ാം തീയതിയിലെ ചാറ്റിൽ ഓഗസ്റ്റ് 9-ന് മരിക്കും എന്നീ കുട്ടി പറയുന്നു. ഓഗസ്റ്റ് 9-ന് മരിക്കുമെന്നോ അങ്ങനെ ഒരു ചാറ്റ് അതിനകത്തുണ്ട്. അതിനകത്ത് തന്നെ അതിന്റെ ബാക്കിയായിട്ട് എനിക്ക് തോന്നുന്നു നീ മരിച്ചാലേ എനിക്ക് അവളെ കെട്ടാൻ സാധിക്കുന്ന ചാറ്റുകളുണ്ട്. അതെ അതെ അതെ, അതായത് കുട്ടി നിരന്തരമായിട്ട് പ്രേരിപ്പിക്കുകയാണ് മരിക്കാനായിട്ട്, അല്ലേ? അതെ അതെ. ഓഗസ്റ്റ് 9-നാണ് കുട്ടിയുടെ ഡേറ്റ് പറയുന്നത്. അങ്ങനെ ഒരു ചാറ്റാണ്. ഓഗസ്റ്റ് 9-ന് മരിക്കാമെന്ന് അവസാനം എന്ന് മരിക്കുമെന്ന് പോകുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നീട് ഇവർ തമ്മിലുള്ള ചാറ്റും കാര്യങ്ങളൊക്കെ പ്രശ്നങ്ങളായിട്ട് ഇങ്ങനെ നീങ്ങുകയായിരുന്നു. അപ്പോൾ ഇയാളെ സംബന്ധിച്ചിടത്തോളം പോലീസ് ഹൈക്കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്ന ആൻറ്റിസിപ്പേറ്ററി ബെയിലിനെതിരെ പ്രോസിക്യൂഷൻ കൊണ്ടുവന്നിരിക്കുന്ന ഒരു തെളിവ് എന്താണെന്നറിയുമോ? ഇയാൾ സഹപ്രവർത്തകയായിട്ടുള്ള ഇതര സംസ്ഥാനത്ത് നിന്നുള്ള ഒരു സഹപ്രവർത്തകയെ കൂടി ശാരീരികമായി ചൂഷണം ചെയ്തിട്ടുണ്ട്. അതാണ് പോലീസ് പ്രോസിക്യൂഷൻ കൊണ്ടുവന്നിരിക്കുന്ന പ്രധാനമായി ഇയാൾക്കെതിരെയുള്ള എവിഡൻസ്. അത് പരിഗണിച്ച കോടതി ഈ യുവതിയുടെ മരണത്തിൽ സുഗാന്തിന് പങ്കില്ല എന്ന് പ്രഥമ ദൃഷ്ട്യാ പറയാൻ ആകില്ല. കോടതിക്ക് ബോധ്യപ്പെട്ടു ഈ യുവതിയുടെ മരണത്തിൽ ഇയാൾക്ക് വ്യക്തമായ പങ്കുണ്ട് എന്നുള്ള കാര്യം ബോധ്യപ്പെട്ടു. അതാണ് കാര്യം. ഇയാൾ വേറെ കുറേ കാര്യങ്ങൾ കൊണ്ടുവന്ന് സമർപ്പിച്ചു. ഇയാളുടെ അച്ഛനും അമ്മയും ഈ പെൺകുട്ടിയുടെ വീട്ടിൽ വന്നത് ആ ചർച്ച നടത്തുന്നതിൻ്റെ കുറേ കാര്യങ്ങൾ കൊണ്ടുവന്നു. അങ്ങനെ കുറേ കാര്യങ്ങൾ കൊണ്ടുവന്നു. ഇവരുടെ അച്ഛൻ ജ്യോതിഷ ശാസ്ത്രപ്രകാരം ഇതിനെ വേണ്ട എന്ന് തീരുമാനിച്ചതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള കുറേ കാര്യങ്ങൾ കൊണ്ടുവന്നു. വിവാഹാലോചനയായിരിക്കും, ഈ വിവാഹം വേണ്ട എന്നൊക്കെ തീരുമാനിച്ചപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ ഇയാളും കൊണ്ടുവന്നായിരുന്നു. അതിനെതിരായിട്ടാണ് ഇവരുടെ ഒരു ഈ ചാറ്റ് വിവരങ്ങൾ പുറത്തു വന്നത്. പോലീസ് രേഖകളിലുള്ളത് എങ്ങനെ പുറത്തു പോകുന്നു എന്ന് ജസ്റ്റിസ് ബിച്ചു കുര്യൻ തോമസ് ചോദിച്ചു. പോലീസ് രേഖകളിലുള്ള കോടതിയിൽ നിങ്ങൾ സമർപ്പിച്ചിരിക്കുന്ന രഹസ്യ തെളിവുകൾ എങ്ങനെയാണ് നിങ്ങളുടെ പക്കൽ നിന്നും പുറത്തു പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് ചോദിച്ചു. അത് ചോദിക്കേണ്ട കാര്യമില്ല. അത് പോലീസിൻ്റെ പക്കൽ നിന്നും കിട്ടുവാണെങ്കിൽ പോലീസിൽ തന്നെ ചിലപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഈ വിവരങ്ങൾ ചോർത്താൻ പറ്റും. അപ്പോൾ ഇയാളെ സംബന്ധിച്ചിടത്തോളം ഇയാളാണ് പൂർണ്ണ ഉത്തരവാദി എന്ന് തെളിയിക്കപ്പെട്ട് കഴിഞ്ഞു. പൂർണ്ണമായും ഇയാളാണ് ഈ യുവതിയുടെ മരണത്തിന് കാരണക്കാരൻ എന്നുള്ളത് ബോധ്യപ്പെട്ട് കഴിഞ്ഞു. കീഴടങ്ങുന്നതിന് മുമ്പ് തന്നെ കൃത്യമായ തെളിവുകൾ കളക്ട് ചെയ്യാൻ പറ്റി. ഇയാളുടെ അച്ഛനെയും അമ്മയും കഴിഞ്ഞ മാസം പോലീസ് എടപ്പാൾ മേഖലയുടെ എടപ്പാളിനടുത്ത് ഇവരുടെ ഒരു ബന്ധു വീട്ടിൽ നിന്നും കസ്റ്റഡിയിലെടുത്തിരുന്നു. ഇവരുടെ ഒരു ബന്ധു ഒരു അധ്യാപികയുണ്ട്. അധ്യാപികയുടെ വീട്ടിൽ ഇവർ താമസിച്ചു വരികയായിരുന്നു. ആ അധ്യാപികയുടെ വീട്ടിൽ അധ്യാപികയ്ക്ക് പോലീസ് നിർദ്ദേശം കൊടുത്തു, നിങ്ങൾ ഇവരെ പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കിയില്ലെങ്കിൽ ഞങ്ങൾക്ക് വീട്ടിലേക്ക് വരേണ്ടി വരും എന്നുള്ളത് അറിയിച്ചു. അതുപ്രകാരം ഇവർ രണ്ടുപേരും വന്ന് കീഴടങ്ങിയിരുന്നു. അപ്പോൾ അവരും പറയുന്നത് ഞങ്ങളുടെ മകൻ എവിടെയാണെന്ന് ഞങ്ങൾക്കറിയില്ല എന്നാണ് അവർ പറഞ്ഞത്, അന്ന് പറഞ്ഞിരുന്നത്. സുഗാന്തിന്റെ അച്ഛനും അമ്മയും പറഞ്ഞിരുന്നത്. അതെ അതെ, അവർ രണ്ടുപേരും പറഞ്ഞിരുന്നത് അന്ന് അങ്ങനെയാണ് പറഞ്ഞത്. പക്ഷേ പോലീസ് അത് പൂർണ്ണ അർത്ഥത്തിൽ വിശ്വാസമെടുത്തു. പക്ഷേ അന്ന് വന്നൊരു വാർത്ത ഇവർ രണ്ടുപേരും പ്രതികളാണ് എന്നുള്ളതായിരുന്നു. പക്ഷേ പോലീസ് പറഞ്ഞവർ രണ്ടുപേരും പ്രതികളല്ല, ഇതിൽ സുഗാന്ത് മാത്രമാണ് ഏക പ്രതിയാണ് ഈ കേസിലുള്ളത്. ഈ കേസിൻ്റെ ഹിസ്റ്ററി അറിയാമല്ലോ. ഈ കേസിൻ്റെ ഹിസ്റ്ററി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ തമ്മിൽ ഒരു സ്ഥലത്ത് ട്രെയിനിങ്ങിന് ഒരുമിച്ചുണ്ടായിരുന്നു. ഇതിനുശേഷം ഇവർ ഒരു യാത്ര പോയി. രാത്രിയിൽ ഈ കുട്ടിക്ക് വാങ്ങിക്കൊടുത്ത കാറിൽ, പിതാവ് ജോലി കിട്ടിയതിൻ്റെ സന്തോഷത്തിൽ വാങ്ങിക്കൊടുത്ത കാറിൽ ഇവർ രണ്ടുപേരുടെ യാത്ര പോയപ്പോൾ ഇത് ഫാസ്റ്റാഗ് അടിച്ചു. ഫാസ്റ്റാഗ് അടിച്ചപ്പോൾ മെസ്സേജ് ഓണർക്ക്, RC ഓണർക്ക് മെസ്സേജ് പോയി. അപ്പോൾ പാതിരാത്രിയിൽ തൻ്റെ വണ്ടി ആരോ മോഷ്ടിച്ച് കൊണ്ടുപോകുന്നു എന്നുള്ള ധാരണയിൽ ഈ പിതാവ്, പാലക്കാട്ട് നിന്ന പിതാവ് ഈ യുവതിയെ വിളിക്കുകയും യുവതി ഈ കാര്യം തുറന്നു പറയും. ഇവർ രാത്രിയിൽ ഇദ്ദേഹം പാലക്കാട് ഇവരെ രണ്ടുപേരെയും വിളിച്ചു വരുത്തുകയും ചെയ്തു. ഈ സുഗാന്തിനെയും ഈ യുവതിയെയും വിളിച്ചു വരുത്തി ആ പാലക്കാട് വെച്ച് ഇദ്ദേഹം ചോദിച്ചു, നിങ്ങൾ തമ്മിൽ എന്താണ് പാതിരാത്രിയിൽ ഇങ്ങനെ കറങ്ങി നടക്കാനുള്ള കാരണം എന്താണ് ഉള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ യുവതി കാര്യം പറയാം. അങ്ങനെയാണ് ഈ പ്രണയ ബന്ധം അവരറിയുന്നത്, യുവതിയുടെ വീട്ടുകാരറിയുന്നത്. അങ്ങനെ പിന്നീട് ഇങ്ങനെ മുന്നോട്ട് പോവുകയായിരുന്നു.
ഇതിൽ രണ്ട് ഞാൻ പറഞ്ഞല്ലോ, അവരുടെ ഈ യുവതിയുടെ വീട്ടിൽ ഈ വിവാഹം നടത്താമെന്നൊരു ധാരണ ഉണ്ടായി, ഞങ്ങൾ വീട് വരെ മോഡിഫൈ ചെയ്തു എന്നാണ് ആ പിതാവിൻ്റെ കൊടുത്തിരിക്കുന്ന സത്യവാങ്മൂലത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഇതിനെ എതിർത്തുകൊണ്ടൊരു ഹർജി അവർ കൊടുത്തിട്ടുണ്ട്. ഇവർ CM കാണാൻ വന്നിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ആഴ്ച. CM കാണാൻ വന്നിട്ട് അവർ പറഞ്ഞു, ഇനി നമ്മൾക്ക് രക്ഷയില്ല എന്നുണ്ടെങ്കിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് നമ്മൾ പരാതി കൊടുക്കുമെന്ന് പറഞ്ഞു. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഇത് കൈവിട്ടു പോകും, കാര്യങ്ങൾ കൈവിട്ടു പോകും. ആഭ്യന്തര മന്ത്രാലയം സ്വാഭാവികമായും ഈ കാര്യം അന്വേഷിക്കും. അവരുടെ കീഴിൽ വരുന്ന ഡിപ്പാർട്ട്മെന്റ് ആണല്ലോ ഇത്. അവരുടെ അന്വേഷണ ഏജൻസികളെ ഏൽപ്പിക്കും. അവരുടെ അന്വേഷണം അല്ല, അവരിവിടെ റിപ്പോർട്ട് തേടും എന്തുകൊണ്ട് പ്രതി എവിടെ എന്നുള്ള കാര്യം. ഇത് ഈ കേസ് ആരോപണം നേരിട്ടപ്പോൾ തന്നെ ഇയാളെ പിരിച്ചുവിട്ടല്ലോ, IB പിരിച്ചുവിട്ടു. IB-യിൽ നിന്ന് പ്രൊബേഷൻ ടൈമിൽ ഇത്തരം ക്രൈം കേസിൽ പ്രതിയാവുക എന്ന് പറയുന്നത് ഗുരുതര കുറ്റകൃത്യമാണ്. പ്രൊബേഷൻ ടൈമാണ്. പ്രൊബേഷൻ ടൈം ആയിരിക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ള കാട്ടിക്കൂട്ടലുകൾ ചെയ്തു കഴിഞ്ഞാൽ പിരിച്ചുവിടുക എന്നുള്ളതല്ലാതെ പിന്നെ അതിന് വേറെ വഴിയില്ല. മാത്രമല്ല, ഇയാൾക്ക് ഇനി കേന്ദ്ര ഒരു സർവീസിലേക്കും എക്സാം എഴുതാൻ പറ്റില്ല. കുറ്റാരോപിതനായി നിൽക്കുന്ന ഇയാൾ കുറ്റവാളി അല്ല എന്ന് തെളിയിക്കപ്പെടുന്നത് വരെ ഇയാൾക്ക് എക്സാം എഴുതാനുള്ള അനുമതി നിഷേധിക്കപ്പെട്ടു. ഇനി ഇയാൾ കുറ്റവാളി അല്ല എന്ന് തെളിയിക്കപ്പെട്ടാൽ പോലും, കോടതി പറഞ്ഞാൽ പോലും ഇയാൾക്ക് പിന്നെ ഈ സർവീസിലേക്ക് വരാൻ പറ്റില്ല, ഇതേ സർവീസിൽ തുടരാൻ പറ്റില്ല. ഈ ഇതിലേക്ക് അതായത് തൊഴിൽ നിഷേധം പറഞ്ഞുകൊണ്ട് ഇയാൾ കോടതി ഈ പറയുന്ന പോലെ ഡിപ്പാർട്ട്മെന്റ് തല അന്വേഷണവും അല്ലെങ്കിൽ എന്താ പറയുക, ഇത് ഈ മുകളിലോട്ട് അപേക്ഷകളുമായി പോയാലും പരിഗണിക്കപ്പെടില്ല. IB-യിലേക്ക് ഇയാൾക്ക് ഇനി തിരിച്ചിട്ടില്ല. ഇത്തരം ക്രിമിനൽ വാസനകൾ ആരോപിക്കപ്പെടുന്നവരെ പോലും IB-യിൽ ഉൾപ്പെടുത്താൻ പാടില്ലെന്നാണ്. ഇന്റലിജൻസ് ബ്യൂറോ എന്ന് പറയുന്ന സംവിധാനം അങ്ങനെയാണ്. നമുക്കിപ്പോൾ ഒരു ഇന്റലിജൻസ് ബ്യൂറോയിൽ ഒരു ജോലി ലഭിച്ചു കഴിഞ്ഞാൽ ആദ്യം വരുന്ന IB-യുടെ ഉദ്യോഗസ്ഥരാണ് നമ്മുടെ വീട്ടിലേക്ക്. അവരൊന്ന് ആദ്യം നമ്മുടെ മാതാപിതാക്കളോട് പറയും, നിങ്ങളുടെ മകന് അല്ലെങ്കിൽ മകൾക്ക് IB-യിലാണ് ജോലി എന്ന് നിങ്ങളുടെ ബന്ധുക്കളോട് പോലും പറയരുത്, ആരോടും പറയരുത്. രഹസ്യ സ്വഭാവമാണ്. ID കാർഡ് കഴുത്തിലിട്ട് നടക്കാൻ പാടില്ല. ഇവിടെ ബാക്കിയുള്ള സർക്കാർ സർവീസിലുള്ളവരൊക്കെ കഴുത്തിൽ ID കാർഡ് തൂക്കി നടക്കുമല്ലോ, എപ്പോഴാണെങ്കിലും തൂക്കി നടക്കുമല്ലോ. കേരള ഗവൺമെന്റ് ഓഫ് കേരള എന്ന് പറഞ്ഞിട്ട് ഇവരുടെ ഒരു ടാഗ് നമുക്ക് കാണാൻ പറ്റും. IB കാർഡ് അതിട്ടൊന്നും നടക്കില്ല. അവരെ കണ്ടു കഴിഞ്ഞാൽ ഒരു കാരണവശാലും അവർ ഈ പ്രൊഫഷനിലുള്ളവരാണെന്ന് നമുക്ക് മനസ്സിലാവില്ല. അങ്ങനെയുള്ള അത്രയും ട്രെയിനിങ് കിട്ടിയ ഒരു കുട്ടി എങ്ങനെ ഇത്രയും മാനസികമായി തകർന്നു എന്നുള്ളതാണ് ഒരു വലിയൊരു ചോദ്യം. അത്രത്തോളം വലിയ മാനസിക പീഡനം ഈ പറയുന്ന മനുഷ്യനിൽ നിന്നും ആഘാതം അത്രത്തോളം വലുതായി. അത്രയും വലിയ ആഘാതമൊക്കെ ഏൽപ്പിക്കാനുള്ള പ്രഹരശേഷിയുള്ള വാക്കുകൾ അയാളുടെ വായിൽ നിന്ന് വന്നിട്ടുണ്ടാവാം. കിട്ടിയത് ചാറ്റിന്റെ ഒരു ഭാഗം മാത്രമാണല്ലോ അല്ലേ, ബാക്കി അല്ല. അതിനുശേഷം ടെലഗ്രാമിൽ ചാറ്റില്ല. റിക്കവർ ചെയ്യാൻ അവർ പരമാവധി നോക്കി, റിക്കവർ ചെയ്യാൻ വേണ്ടി മാക്സിമം നോക്കി. പക്ഷേ ചാറ്റുകൾ കളഞ്ഞെങ്കിലും ആപ്ലിക്കേഷൻ അൺഇൻസ്റ്റാൾ ചെയ്യാത്തതുകൊണ്ട് ആപ്ലിക്കേഷൻ അൺഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലായിരുന്നു. ഇത്രയും റിക്കവർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പക്ഷെ അത് വലിയ എവിഡൻസ് ആണ്. ആത്മഹത്യാ പ്രേരണ അതിൽ തന്നെ നിലനിൽക്കും. പിന്നെ ഈ കുട്ടി തിരുവനന്തപുരത്ത് കഴിഞ്ഞ വർഷം ഒരു അബോർഷൻ നടന്നിട്ടുണ്ട്. ഈ യുവതിയുടെ ഒരു അബോർഷൻ ഇവിടെ തിരുവനന്തപുരത്തെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ നടന്നിട്ടുണ്ട്. ആ സ്വകാര്യ ആശുപത്രിയിൽ നടന്നിട്ടുള്ള റിപ്പോർട്ട്, അവിടെ കൊടുത്ത പേയ്മെന്റ്, ആ പേയ്മെന്റിൽ നിന്നാണ് അത് പിടിക്കുന്നത്. ഈ ഹോസ്പിറ്റലിൽ എന്തിന് ഈ കുട്ടി ഇത്രയും വലിയ പേയ്മെന്റ് നടത്തി എന്നുള്ള പിതാവിന്റെ അന്വേഷണമാണ് അബോർഷനിലേക്ക് എത്തിയത്, അബോർഷന്റെ രേഖകളിലേക്കൊക്കെ എത്തിയത്. ആ സംഭവമാണ് പിന്നീട് തെളിവായിട്ട് ഇപ്പോൾ കോടതിയിൽ എത്തുകയും ബലാത്സംഗ കുറ്റം പേട്ട പോലീസ് ചുമത്തുകയും ചെയ്തിരിക്കുന്നത്. അച്ഛൻ്റെ ഇടപെടലൂടെ കൊണ്ടാണ് അല്ലേ, അച്ഛൻ്റെ കണ്ടെത്തലാണത്. അതെ. ശരീരമൊക്കെ ചിന്നിച്ചിതറി പോവുകയായിരുന്നു. ബോഡി കണ്ടായിരുന്നോ? ഇല്ല, ബോഡി ഒരുപാട് വല്ലാത്ത അവസ്ഥയിലേക്ക് ബ്ലർ ചെയ്ത ഫോട്ടോസ് മാത്രമേ. ബ്ലർ വലിയ ചിന്നിച്ചിതറുകയല്ല, ഏതാണ്ട് വല്ലാത്തൊരു പരുവത്തിലേക്ക്. ട്രെയിനല്ല ഇടിക്കുന്നത്, കയറി കിടക്കായിരുന്നു. ആ സമയത്ത് ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഫോണിൽ സ്വാഭാവികമായിട്ടും അയാൾ ഫ്രണ്ടിൽ കയറി നിന്ന് കൊടുക്കുക. അയാൾ തന്നെ ആയിരിക്കണം. അല്ല, അതില് കോളിൽ വിളിച്ചിരിക്കുന്നത് അയാളാണ്, പക്ഷെ അയാൾ കോൾ അറ്റൻഡ് ചെയ്തിട്ടില്ല. ആ ഡ്യൂറേഷൻ ശ്രദ്ധിച്ചോ, 14 സെക്കൻഡ്സേ ഉള്ളൂ. 14 സെക്കൻഡ്സ് എന്ന് പറയുന്നത് ആ റിംഗ് കട്ടാവുന്ന അല്ലെങ്കിൽ കോൾ കട്ടായി പോകുന്ന അത്ര ഡ്യൂറേഷൻ മാത്രമേ ഉള്ളൂ. 14 സെക്കൻഡ്സ്, 3 to 14 സെക്കൻഡ്സിന് ഇടയിലുള്ള സംഭവം മാത്രമേ ഉള്ളൂ. പക്ഷെ അതിന് മുൻപേ അങ്ങനത്തുള്ള ടോക്കുകൾ ഉണ്ടായിരിക്കാം. അതായിരിക്കാം പ്രേരിപ്പിച്ചിരിക്കുന്നത്. അപ്പൊ ഇതെന്തായാലും ഈ പറയുന്നത് പോലെ ഇയാൾക്ക് തെളിവുകളുള്ള സ്ഥിതിക്ക് ഈ കേസ് കോടതിയിൽ നിൽക്കും. അതായത് ഹൈക്കോടതിക്ക് ഈ കാര്യത്തിൽ, അതായത് അളന്ന് കുറിച്ച് കോടതി കാര്യങ്ങൾ നോക്കി. കാര്യം അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒരു പാളിച്ച പോലും പറ്റാത്ത രീതിയിൽ കഴിഞ്ഞ മാസമാണ് ഇയാളുടെ ഈ മുൻകൂർ ജാമ്യാപേക്ഷ വന്നത്. മുൻകൂർ ജാമ്യാപേക്ഷ വന്നത് മുതൽ പോലീസിനോട് കേസ് ഡയറി ചോദിച്ചു, അത് പോലീസിന്റെ റിപ്പോർട്ട് ചോദിച്ചു. പോലീസിന്റെ റിപ്പോർട്ട് വളരെ ഇതായിട്ട് പോലീസ് വളരെ ആഴത്തിൽ ഹൈക്കോടതി അത് പരിശോധിച്ചു. അതിന് ശേഷം ഏറ്റവും അവസാനമാണ് ഈ ടെലഗ്രാം ചാറ്റ് വന്നത്. ഈ പിന്നെ കോടതിക്ക് ബോധ്യപ്പെട്ടു ഇവൻ കുഴപ്പക്കാരനാണ്, ഇവനാണ് ഈ കുട്ടിയെ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടത്. ഇയാൾ മറ്റ് പെൺകുട്ടികളെയും ഈ പറഞ്ഞതുപോലെ തന്നെ ഒരേ സമയത്ത് പ്രണയിച്ചിരുന്നു അല്ലെങ്കിൽ ഉപയോഗിച്ചിരുന്നു എന്നൊക്കെ തുടങ്ങിയിട്ടുള്ള ആരോപണമുണ്ട്. ഒരു ഇതര സംസ്ഥാനത്ത് നിന്നുള്ള ഒരു യുവതിയുമായിട്ടുള്ള ഒരു ബന്ധത്തെക്കുറിച്ച് പറയുന്നുണ്ട്. പിന്നെ ഒപ്പം ജോലി ചെയ്തിരുന്ന ഒരു സഹപ്രവർത്തകയും, അതും ഇതര സംസ്ഥാനത്ത് നിന്നുള്ള ഹിന്ദി മേഖലയിൽ നിന്നുള്ള ഒരു യുവതിയുമായിട്ടൊരു റിലേഷനെ കുറിച്ചും
ആ 3 തെളിവാണ് ഇവർക്ക് എവിഡൻസ് ആയിട്ട് കിട്ടിയത്. അതിൽ ഒരു യുവതി പരാതിക്ക് തയ്യാറായി, ഈ സഹപ്രവർത്തക പരാതിക്ക് തയ്യാറായിട്ടില്ല, പരാതി നൽകാൻ തയ്യാറായിട്ടില്ല. അവർക്ക് അതിനകത്ത് ഇനിയിപ്പോൾ അതിൽ കിടന്ന് കടിച്ചു തൂങ്ങി അവരുടെ ഭാവി കൂടെ കളയേണ്ട കാര്യമില്ലല്ലോ. രണ്ടായാലും അവന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി, അവന്റെ കാര്യത്തിൽ കാര്യമായിട്ടുള്ളൊരു തീരുമാനമായി. ഇതിലെ ആദ്യമേ ഇവനെ പിടിക്കാമായിരുന്നു, ആദ്യമേ പിടിക്കാമായിരുന്നു. നമ്മൾ പലപ്പോഴും പല മാധ്യമ പ്രവർത്തകരും പോലീസുമായി ബന്ധപ്പെടുമ്പോൾ പോലീസ് പറഞ്ഞത് ഞങ്ങൾ ലുക്കൗട്ട് നോട്ടീസ് ഒന്നും പുറപ്പെടുവിച്ചിട്ടില്ല. എന്തിനാണ് ലുക്കൗട്ട് നോട്ടീസ്, പ്രതിക്കല്ലേ ലുക്കൗട്ട് നോട്ടീസ് പുറപ്പെടുവിക്കേണ്ടതെന്ന് ആദ്യം പറഞ്ഞു. അത് ടൈറ്റായി തുടങ്ങിയപ്പോൾ പോലീസ് പറഞ്ഞു ലുക്കൗട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചു. അപ്പോഴും എന്താ, സിസ്റ്റത്തിൽ ഇവന്റെ പേര് കയറിയിട്ടില്ല, ഈ സുഗാന്തിന്റെ പേര് സിസ്റ്റത്തിൽ കയറിയിട്ടില്ല. അതെന്താ കയറാഞ്ഞ്? തെളിവിരിക്കുന്നു, പിതാവ് കൊണ്ടുവന്ന് അബോർഷൻ ചെയ്തതിന്റെ തെളിവ് ഹാജരാക്കി, ഇയാളുടെ ചാറ്റും കാര്യങ്ങളും ഹാജരാക്കി, ഇയാളുമായിട്ടുള്ള ഈ പിതാവിന്റെ സംഭാഷണം ഹാജരാക്കി. ഇതെല്ലാം കൊണ്ടൊന്നും ഹാജരാക്കിയിട്ടും പേട്ട പോലീസിന് വിശ്വാസം വരുന്നില്ല. എന്താ, ഇതാണ് പ്രതി എന്നുള്ളത്. പ്രതിയാക്കാൻ ഒരു അമാന്തം. ഇനി പ്രതിയാക്കി കഴിഞ്ഞിട്ട് പിന്നെ അങ്ങനെ ചവിട്ടുമായിരുന്നു ഇതിട്ട്. അവസാനം ഇത് CM ഓഫീസ് വരെ എത്തി, അതിനും മേളിൽ പോകുമെന്ന് മനസ്സിലായി, അതിനും മുകളിലേക്ക് പോകും. കാര്യം അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ചെയ്യാൻ പറ്റും. അവരുടെ ഏറ്റവും വലിയൊരു സമ്പത്തായിരുന്നു ആ മകള്. സ്വാഭാവികമായിട്ടും ഏത് പിതാവിനും എൻ്റെ ഏറ്റവും വലിയ സമ്പത്ത് ആയിട്ടുള്ള എൻ്റെ മകളെ നഷ്ടപ്പെട്ടു, ഇനിയിപ്പോൾ ഞാൻ എന്ത് നോക്കാനെന്നുള്ളൊരു ചിന്ത വരില്ലേ? ആ ചിന്ത, അത് എന്താ പറയുക, ഒരു പിതാവിൻ്റെ പ്രതികരണം അത് വലുതായി മാറുമെന്ന് മനസ്സിലായപ്പോഴത്തേക്ക് പോലീസ് കാര്യമായിട്ട് ഇടപെട്ടയാണ്. IBയുടെ സമാന്തരമായിട്ടുള്ള അന്വേഷണം കൂടെ നടക്കുന്നുണ്ടെന്ന് തോന്നുന്നില്ല? അതുണ്ടാവും. ഇന്റേണൽ എൻക്വയറി, ആഭ്യന്തര അന്വേഷണം അവർ നടത്തുമല്ലോ, ആഭ്യന്തര അന്വേഷണം അവർ നടത്തും. ഇതിപ്പോൾ ഇന്നലെ DCPയുടെ ഓഫീസിലാണ് പോയി ഹാജരായത്. DCPയുടെ ഓഫീസ് എന്ന് പറയുന്നത്, കൊച്ചി DCPയുടെ ഓഫീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈക്കോടതിയിൽ നിന്ന് വലിയ ദൂരമല്ല, നടന്നു പോയാൽ മതി, അറിയാലോ. ഹൈക്കോടതി ഇറങ്ങി നടന്ന് പോയി കഴിഞ്ഞാൽ DCPയുടെ ഓഫീസിൽ എത്തുന്നതിന് വലിയ ദൂരമൊന്നുമില്ല, അതൊക്കെ സുഖമായിട്ട് എത്താവുന്ന ഇതേ ഉള്ളൂ. അല്ലെങ്കിൽ വേണ്ട ഒരു ഓട്ടോ വിളിച്ചാലും ഇപ്പുറത്ത് ഇങ്ങ് വന്നാൽ മതി. പക്ഷെ പലയിടത്തും പല മാധ്യമങ്ങളിലും സുഗാന്ത് പോലീസിന്റെ മുഖം രക്ഷിച്ചു, അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഇനിയും സുഗാന്ത് ഒളിവിൽ കഴിഞ്ഞേനെ, അതുകൊണ്ട് കാര്യമായി കോടതിയിൽ നിന്ന് ഇനിയും വലിയ എന്താണ് അല്ല, ഹൈക്കോടതി മുൻകൂർ ജാമ്യം തള്ളിയ സ്ഥിതിക്ക് ഇയാൾ ഇനി കോടതി നിർദ്ദേശം പാലിക്കാതെ, ഇപ്പൊ അഭിഭാഷകന് തള്ളിക്കൊണ്ട് എത്രയും വേഗം പ്രതി അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകണമെന്നുള്ള നിർദ്ദേശമാണ് ഹൈക്കോടതി നൽകിയത്. ഹൈക്കോടതിയുടെ നിർദ്ദേശം പാലിക്കാതെ അയാൾ പിന്നെയും ഒളിവിൽ പോവുകയും പിന്നെ സുപ്രീം കോടതിയിലേക്ക് ജാമ്യാപേക്ഷയുമായി പോവുകയാണെങ്കിൽ ഈ കേസിൽ അയാൾ നല്ല പണി മേടിക്കും. പിന്നെ ഇയാൾ എന്താ പറയുക, ഈ കേസിൽ കോടതിയിൽ ജയിലിൽ കിടക്കുമ്പോൾ ഇയാളുടെ എന്താ പറയുക ജാമ്യാപേക്ഷ വരണമെങ്കിൽ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന ഹൈക്കോടതിയിലേക്ക് ജാമ്യാപേക്ഷ വരും. അതായത് ജയിലിൽ കിടക്കുമ്പോൾ ജുഡീഷ്യൽ കസ്റ്റഡിയിലിരിക്കുന്ന പ്രതിക്കിടെ ജാമ്യാപേക്ഷ ഹൈക്കോടതി വരുമ്പോൾ ഹൈക്കോടതി എടുത്ത് കണ്ടെത്തി കളയും, പോകാൻ പറയും. കോടതി പറഞ്ഞിട്ട് കേൾക്കാതെ ഉള്ളിൽ പോയ ഒരാളുടെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നതിൽ കോടതിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഇവിടുത്തെ പോലീസുകാർക്കേ ഉള്ളൂ ഇത്തരം ആൾക്കാരോട് കുറച്ച്, ചില ഉദ്യോഗസ്ഥർ, എല്ലാവരും അല്ല കേട്ടോ, ചില ഉദ്യോഗസ്ഥർക്കേ ഉള്ളൂ ഈ പറയുന്ന ഉദ്യോഗസ്ഥ വൃന്ദത്തോട് താല്പര്യം. കോടതിക്ക് അങ്ങനെ താല്പര്യം കാണിക്കേണ്ട കാര്യമൊന്നുമില്ല. കോടതി വന്ന് കീഴടങ്ങാൻ പറഞ്ഞാൽ കീഴടങ്ങുക എന്നുള്ളതല്ലാതെ മറ്റൊരു ഓപ്ഷൻ ഇല്ല. ഹൈക്കോടതി ഏറ്റവും നല്ലത് അതിന് രക്ഷപ്പെട്ടു പോയ ഒരേ ഒരാളാണ് നടൻ സിദ്ദിഖ് മാത്രമാണ്. ഹൈക്കോടതി തള്ളിയിട്ട് പിന്നെ ഒളിവിൽ പോയി, അദ്ദേഹം സുപ്രീം കോടതിയിൽ പോയി. അദ്ദേഹത്തിന് ഹാജരായ അഭിഭാഷകരെയൊക്കെ അറിയാമല്ലോ, അത്ര വലിയ അഭിഭാഷക സംഘം വന്ന് ഹാജരായപ്പോൾ സുപ്രീം കോടതി അദ്ദേഹത്തിന് ആദ്യം ടെമ്പററി ആയിട്ട് 2 ആഴ്ചത്തെ ജാമ്യം അനുവദിച്ചു, അത് പിന്നെ സ്ഥിരമാക്കി കൊടുത്തു. അത് രക്ഷപ്പെട്ട സ്ഥിതിക്കും അങ്ങനെ കുറച്ച് പേരൊക്കെ ഉള്ളൂ, അപൂർവം പേരേ ഉള്ളൂ. അല്ലാത്തവരൊക്കെ ഹൈക്കോടതി പറഞ്ഞാൽ പോയി ഹാജരാവുന്നതാണ് ഏറ്റവും നല്ല ഉചിതമായിട്ടുള്ള പ്രവൃത്തി. അത് അയാളുടെ അഭിഭാഷകനും പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും, ഇനി നീ കീഴടങ്ങിക്കോ, ഇനി കറങ്ങി നടന്നു കഴിഞ്ഞാൽ പണി മേടിക്കും എന്നുള്ളത്. അതാണ് സംഭവിച്ചിരിക്കുന്നത്. ഏതായാലും ശിക്ഷ കിട്ടാനുള്ള സാധ്യതയാണ് ഈ കേസിൽ കാണുന്നത്. ശരി.